ഹലോ ഗായ്സ്, നമസ്കാരം. അപ്പോൾ പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കൊനക്കോവോ, അതായത് റഷ്യയിൽ കൊനക്കോവോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോവാണ്. റഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നദി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കൊനക്കോവോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കൂടെ. അവരിപ്പോൾ നിലവിൽ സൂപ്പർ മാർക്കറ്റ് കയറിയതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം മോസ്കോയിൽ നിന്ന് ഒരു 120 കിലോമീറ്ററോളം ഡ്രൈവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു സിറ്റി, അതായത് കൊനക്കോവോ എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ടെമ്പറേച്ചർ ഏകദേശം 3 ഡിഗ്രിയൊക്കെയാണ്. വലിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു ക്ലൈമറ്റാണ്. ജസ്റ്റ് ഇവിടുത്തെ ഈ സിറ്റിയുടെ ചെറിയൊരു ഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം. ചെറിയൊരു ഭാഗമല്ല, ജസ്റ്റ് സൈഡിൽ കണ്ട ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഓക്കെ, ഇതാ സിറ്റിയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് കയറിയതാട്ടോ. അതായത് ഫുള്ള് ഫോറസ്റ്റാണ്, വന്ന വഴി ഫുള്ള് ഫോറസ്റ്റാണ്. പിന്നെ ചെറുതായിട്ട് ഈ ഒരു ഭാഗത്ത് ഇലയൊക്കെ മുളച്ചിട്ടുണ്ട് മരത്തിൽ. ഇവിടെ തണുപ്പ് കുറവായതുകൊണ്ട് തന്നെ പയ്യെ സമ്മർ സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ ഒരു ഇതാണ്. പിന്നെ ഇതാണ്, ഇതിൽ ഇടയുടെ ഒരു വണ്ടിയാണ്. സോവിയറ്റ് യൂണിയൻ കാലത്തുള്ളൊരു മെഷീനാണ്. വന്ന വഴി കണ്ടതാണ്. ഏകദേശം നല്ല പഴക്കമുണ്ട് വണ്ടി. അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു സോവിയറ്റ് യൂണിയൻ കാലത്തുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഇതാണ് സ്ഥലം. ഇത് മഗ്നീതാണ്. മഗ്നീതിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി കയറിയേക്കുവാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, അതായത് ആർക്കെങ്കിലുമൊക്കെ മോസ്കോയിലുള്ളവർ, നിലവിൽ മോസ്കോയിലുള്ളവർ, ആർക്കെങ്കിലുമൊക്കെ ജോലി ഇല്ലാണ്ടുള്ളവർ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ജോബ് വേക്കൻസി വരുമ്പോൾ എന്തായാലും നിങ്ങളെ അറിയിക്കുന്നതാണ്. ഓക്കെ. പിന്നെ ഇവിടെ ഇപ്പോൾ സാഹചര്യം, ഡോക്യുമെൻറ്റേഷൻ എല്ലാത്തിനും സാഹചര്യവും നിലവിൽ സ്ലോ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിങ്ങൾക്ക് ഇവിടെ ഇങ്ങോട്ട് വരാനായിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ റഷ്യനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ സഹായിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ. ഒരാളുണ്ട്, പുള്ളി ഭയങ്കര ഉറക്കത്തിലാന്ന് തോന്നുന്നു. സിദ്ദിഖ് ഇത്ര നേരം ഉറങ്ങണേന്നല്ല, എണീറ്റാ. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് 2 പേര് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒരു എക്സ്പോ ഉണ്ടായിരുന്നു. അപ്പോൾ എക്സ്പോയും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് നാട്ടിൽ നിന്ന് വന്നതാണ്. ഓക്കെ, അവരെന്തായാലും നമുക്ക് വഴിയെ പരിചയപ്പെടാം. അവരിപ്പോൾ നിലവിൽ സൂപ്പർ മാർക്കറ്റിൽ കയറിയേക്കുവാണ്. കൊനക്കോവിലെ ഏകദേശം ഫ്രൂട്ട്സിന്, അതായത് ഫ്രൂട്ട്സിനൊക്കെ മോസ്കോയിലെ തന്നെ പ്രൈസ് ആട്ടോ. വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം 1 കിലോ ആപ്പിളിന് 144 റൂബിൾസ്. അതുപോലെ തന്നെ സബർ ജെല്ലി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം മോസ്കോയിലെ പോലെ തന്നെ. നമ്മൾ അവിടെ നിന്ന് നല്ല ഔട്ടറാണ്. മോസ്കോയിൽ നിന്ന് ഏകദേശം നല്ല ദൂരം ഉണ്ടെങ്കിൽ പോലും എമൗണ്ടും കാര്യങ്ങളൊക്കെ സെയിമാണ്. വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. ഇവരാണ് നാട്ടിൽ നിന്ന് വന്നത്. സാധനങ്ങൾ ഇത് ക്യാറ്റ് ഫുഡ് ആട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത ഇപ്പോൾ ക്യാറ്റ് ഫുഡും കാര്യങ്ങളൊക്കെയാണ്. അല്ല സോറി, ഇത് ഡോഗ് ഫുഡ്, ഇത് ക്യാറ്റ് ഫുഡ്. ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഏകദേശം മോസ്കോയിലെ സെയിം പ്രൈസും കാര്യങ്ങളും, വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ പേപ്പർ ഗ്ലാസ് കാര്യങ്ങളാണ്. സ്റ്റീൽ ഗ്ലാസ് ആണോ അത്? അതെ, ഇത് നമ്മുടെ രാജീവ് അങ്കിൾ. ഇപ്പോൾ ഏകദേശം മോസ്കോയിലെ വിലയൊക്കെ തന്നെയാണല്ലോ അങ്കിളെ. റേറ്റൊക്കെ കറക്റ്റാണ്. വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല. അതാണ് കുടിക്കുന്ന വെള്ളം. നല്ലൊരു ബ്രാൻഡാണ്. സോഡ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലേസ്, അതായത് ലേസ് വരുന്നത് ഇത് ഇങ്ങനത്തെ ഒരു പാക്കറ്റാണ്. ഇത് ഏകദേശം നമ്മുടെ നാട്ടിൽ ഇതിന് 50 രൂപ, 40 രൂപ, 50 രൂപ റേറ്റ് ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ പ്രൈസ് 199 റൂബിൾസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ കാണാം. നേരെ പോവുകയാണ് നമ്മൾ. നേരെ വോൾഗ റിവറിലോട്ടാണ് പോകുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഏകദേശം അല്ല, നമ്മൾ എത്തിക്കഴിഞ്ഞു.
ഇതാണ് വോൾഗ നദി. റഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നദിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നല്ല നീല കളറ്, ഒരു നീലയും ഒരു വെള്ളയും കൂടെ കലർന്ന ഒരു കളറ്. കൊള്ളാം. എന്തായാലും റഷ്യയിലുള്ളവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സ്ഥലമാണത്. ഓക്കെ, എന്തായാലും നമുക്ക് അതിൻ്റെ അടുത്തായിട്ടൊന്ന് പോകാം. ഏകദേശം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഐസ് വീണിട്ടുണ്ട്. ഐസാണ്, അത് കൊള്ളാം. ഈ ഒരു ടൈം ആയതുകൊണ്ട് അത് കുറച്ചുകൂടെ മുന്നേ വന്നായിരുന്നെങ്കിൽ നമുക്ക് ഇതിൽ കൂടെ നടന്നു പോയിരുന്നു, വെള്ളം ഫ്രീസായാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അതെ, ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കണ്ടോ, ഡയമണ്ട് പോലെ ഉണ്ട്. കിടിലൻ പ്ലേസ്. ഇവിടെ ഇപ്പോൾ നിലവിൽ ഐസൊക്കെ ഉരുകിയിട്ടുണ്ട്. നേരത്തെ ആണെങ്കിൽ നമുക്ക് നടന്ന് ആ നടുക്കൊക്കെ പോയി നിൽക്കാമായിരുന്നു, ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പം നിലവിൽ അത് പോസിബിൾ അല്ല. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ നദിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വോൾഗ നദി. നല്ല ഭംഗിയുണ്ട്, കാരണം ഇപ്പോൾ ക്ലൈമറ്റ് ആണെങ്കിലും നല്ല പറ്റിയ കാലാവസ്ഥയാണ്. സ്ഥിതിക്ക് എറിയുന്നുണ്ടെന്നാണ്. എക്കോ അടിക്കുന്നുണ്ടല്ലേ. ജസ്റ്റ് നമുക്കൊരു കല്ലെടുത്ത് ഇറങ്ങി നോക്കാം. ഇവിടെ ആ ഒരു സ്ഥലത്ത് എൻ്റെ പൊങ്ങി കിടന്നുണ്ട് തടി ഉണ്ടാ. ഫ്രീസാട്ടെ, ഇപ്പോഴും നടുക്ക് ഫ്രീസാണ്. എക്സാമ്പിൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു കല്ലാണ്. ഇത് ജസ്റ്റ് ഞാനൊന്ന് എന്താ നടക്കാൻ എന്തായാലും പറ്റില്ല, കാരണം അതെ ഈ ഒരു ഭാഗമൊക്കെ ഏകദേശം വിട്ടു തുടങ്ങി. ഇവിടെ ഇത് കണ്ട സൂര്യക്ക് പയ്യെ വേർതിരിഞ്ഞു തുടങ്ങി. അങ്ങനെ ഇവിടെ നിന്ന് ഇനി ഞങ്ങൾ ചിലപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ ആറ്റം വരെ ഒന്ന് പോകണമെന്നുണ്ട്. അവിടെ ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ മഞ്ഞായതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ബോട്ടിംഗ് ഒന്നുമില്ല. സമ്മറാകുമ്പോൾ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ മറ്റേ കല്ലെറിഞ്ഞ് കളിക്കുകയാണ്. നല്ല രസമാട്ടെ, നമുക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ നല്ല രസമുണ്ട്. നീ ആ വെയിറ്റ് ഉള്ളതല്ലോ ഒന്ന് എടുത്തെറിഞ്ഞ്. പോട്ടെ. മുങ്ങിപ്പോയി ഏകദേശം. നല്ല അതെ, മറ്റേ ഇതിൻ്റെ അടിയിൽ ഇത് നല്ല വിൻ്ററുള്ള സമയത്ത് ഇത് ഏകദേശം നല്ല കല്ല് പോലെ ഇരിക്കും ഐസ്. നമുക്ക് നടന്നു പോവാം. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പോണ സമയത്ത് നമ്മൾ എങ്ങാനും താഴത്തോട്ട് കുഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെ ആപത്താണ്. കാരണം അടിയിൽ നല്ല ഫോഴ്സിൽ വെള്ളമൊഴുക്കുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും വിൻ്റർ സമയത്ത് നമ്മൾ നടന്ന് പോകുമ്പോൾ. ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ നടക്കില്ല, കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ ഞങ്ങൾ വന്ന വഴി കണ്ട വേറൊരു പരിപാടി ഉണ്ട്. അതായത് ഇത് കണ്ടോ, നമ്മുടെ ഈ വണ്ടിയുടെ ബാക്കിൽ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ ഒരു സംഭവം. ഇതിൽ നമുക്ക് ഇതിനെ ബോട്ടും കാര്യങ്ങളും കൊണ്ടുപോകാനുള്ള ഒരു സംഭവമാണ്. ബോട്ട് നമുക്ക് കയറ്റി ഇതിൽ നമുക്ക് മിഷനിൽ തന്നെ പോവാം. പിന്നെ അതായത് ഇതൊക്കെ ഏകദേശം പുതിയ ബിൽഡിങ്ങാണ് കേട്ടോ. ഈ വന്നേക്കുന്നതൊക്കെ പുതിയ ബിൽഡിങ്ങാണ്. പിന്നെ ആ ഒരു ഭാഗത്തൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ്. ഇവിടെയൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. പക്ഷേ ഇവർക്കൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ കാണുന്ന ഒരു വ്യൂ ഇതുപോലത്തെ ഒരു അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഇവിടെ ജീവിക്കുന്നവർക്ക് നല്ലൊരു ഇതാണ്. ഇതൊരു സിറ്റി അല്ല, അതൊരു ഗ്രാമവും സിറ്റിയും കൂടെ മിക്സ് ചെയ്തേക്കുന്ന പോലത്തെ ഒരു സ്ഥലമാണ് കൊണക്കോവോ എന്ന് പറഞ്ഞ സ്ഥലം. മോസ്കോ ആയിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. പക്ഷെ ഇവിടെ സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങൾക്കൊക്കെ ഏകദേശം മോസ്കോയിലെ പോലെ തന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇവിടെ പീസാണ്, പൊല്യൂഷൻ കുറവാണ്. പിന്നെ അതെ, അവിടെ ചെറിയൊരു കമ്പനിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെറിയൊരു കമ്പനി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ.
യെസ്. ആ തുറക്കാൻ പറ്റും. അതിൽ പുഷ് ചെയ്താൽ മതി, ആ ലോക്കിൻ്റെ ചിഹ്നത്തിൽ. ആ എന്ത് പറ്റിയടാ പറയടാ. ഒന്നും ഫ്രീസ് ആയിട്ടില്ല, പക്ഷെ ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുവാണ്. ഈ ഒരു ഭാഗം കുറച്ചുകൂടെ ക്രിസ്റ്റൽ പോലെയുണ്ട് സത്യം പറഞ്ഞാൽ. ഈ ഒരു ഭാഗമൊക്കെ സത്യം പറഞ്ഞാൽ ഇത് ഇപ്പോഴും ഐസാണ് കേട്ടോ, ഉരുകിക്കുവാണ്. പക്ഷെ ക്യാമറയിൽ അത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഇതൊന്ന് സ്ലൈഡ് ചെയ്ത് നോക്കാം. നോക്കി. അപ്പോൾ നിങ്ങൾ മോസ്കോയിലുള്ളവർ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ദിവസം വന്ന് കാണാൻ പറ്റുമെങ്കിൽ അത് വളരെ നിങ്ങൾക്ക് ഒരു നല്ല കാര്യമായിരിക്കും. കാരണം യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയൊരു നദിയായതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ്. പിന്നെയെന്ന് പറയുന്നത് ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ പുതിയ ക്ലയൻസിനെയും കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിലെടുക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്ഫുള്ളായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ നമുക്കാണെങ്കിൽ ഇവിടെ പല ജോലികളുണ്ട്. ഇപ്പോൾ ഡെലിവറി ജോബുണ്ട്. അപ്പോൾ ഡെലിവറി ജോബിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അത് എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും പറയാം. ഓക്കെ. ഇവന് ഇവിടെ നിന്ന് ഒരു ഐസ് എടുത്തു തോന്നുന്നുണ്ട്. എത്ര ഉണ്ട് ഇത് നോക്കട്ടെ. അതെ, ഈ ഒരു വീതിയിലാണ് കേട്ടോ ഇപ്പോൾ നിലവിൽ ഫ്രീസ് ആയിരിക്കുന്നത്. പക്ഷേ സാധാരണ ഇത് ഭയങ്കര കുറവാണ്, ഭയങ്കര കുറവുള്ള രീതിയാണ്. പക്ഷേ ഇതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ഫ്രീസ് ആവും സാധാരണ. അത് കൊള്ളായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഐസ് കാണാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ ജസ്റ്റ് ചവിട്ടുന്നുണ്ട്. ഒന്ന് പോകുമെന്ന് എനിക്കറിയില്ല. പൊട്ടണ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. ഓ താന്നു പോയി. ഇതാണ് അവസ്ഥ. ഓളം തട്ടുവാണ്. അപ്പോൾ ഐസ് തമ്മിൽ കൂട്ടി അടിക്കുന്ന ഒച്ചയാണ് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. ഗ്രാനൈറ്റിൻ്റെ പീസ് നോക്കിയിട്ടുണ്ട്. ഓക്കെ ഇട്. പൊട്ടിയില്ല. നിങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ. സൂപ്പ് റഷ്യൻ ഫുഡാണ് കേട്ടോ. സൂപ്പ്, അതുപോലെ തന്നെ നമ്മുടെ വീറ്റിൻ്റെ ബ്രെഡ്. ഇത് ഒരു ഡിഷാണ്, ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഓറഞ്ച് ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ അങ്കിൾമാരാണ്, രണ്ടുപേര് കേരളത്തിൽ നിന്ന് വന്നതാണ്. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ സെറ്റായിട്ടാ. അപ്പോൾ ആള് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. സ്പസിവ. എങ്ങനെയുണ്ട് സൂപ്പ്? എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഓക്കെ. നമ്മളാരുടെ അങ്കിളാണ്, അതാണ് ഫുഡ് ഓർഡർ ചെയ്തത്. നമ്മുടെ എല്ലാമായ രാജീവ് അങ്കിൾ. വോർഷ് എന്നാണ് ഈ സൂപ്പിൻ്റെ പേര്. എഗ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഉള്ളിയുണ്ട്, ബീഫുണ്ട്. ടേസ്റ്റിയാണ്, ഡിഫറെൻ്റ് ആണ്. ഇതൊരു ടിപ്പിക്കൽ റഷ്യൻ സൂപ്പാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം. റഷ്യൻ റെസ്റ്റോറൻറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് അങ്ങനെ ഇതിൻ്റെ പേരെന്താണ്? ഈ ഡിഷിൻ്റെ പേരെന്താണ്? ഈ ഡിഷ് ഇത് അതെ, ഈ ഡിഷിൻ്റെ പേര് നമുക്ക് അറിയില്ല. സത്യമായിട്ട് ഈ ഡിഷിന്റെ പേര് അറിയില്ല. അതെ, ഒരു അവിയല്. നമ്മൾ ഇത് മറ്റേ മെനുവായിട്ട് ഓർഡർ ചെയ്തതാണ്. ബീഫാണ്. അതുകൊണ്ട് സ്റ്റേക്കും കാര്യങ്ങളൊക്കെ ചിക്കൻ്റെ സ്റ്റേക്കും കാര്യങ്ങളും. ആഹാ, ചിക്കൻ മഷ്റൂം അല്ലേ? എൻ്റെ പേര് ഷിംബിനിയോ ഗ്രീബൻ എന്നാണ്. ഷംബിനിയോൺ എന്താണ്? ഓൾറെഡി ഞാൻ പറഞ്ഞാണ്, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ആൾ ട്രൈ ചെയ്യുന്നുണ്ട്. ആൾ ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയും. അങ്ങളെ എങ്ങനെയുണ്ട്? അങ്ങളെ എങ്ങനെയുണ്ട്? പൊളി. ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ.
ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി വന്ന വഴി ഇതേ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാം. ജസ്റ്റ് ഒരു പഴയ വീടാണ്, സോവിയറ്റ് യൂണിയൻ കാലത്തുള്ള ഒരു വീടാണ്. നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാനൊന്നും പറ്റത്തില്ല, നിലവിൽ വീട് ലോക്കാണ്. നമുക്ക് ആ ഒരു ചുറ്റുപാടൊക്കെ ഒന്ന് കാണാം. പിന്നെ വഴിക്ക് ജസ്റ്റ് അതായത് ഞങ്ങളൊന്ന് വണ്ടി നിർത്തി. കാരണം ഇത് കണ്ട, ഇതൊരു പഴയ ഒരു വിൻറ്റേജ് ഹോമാണ്. ഇതിലോട്ടുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ ഇത് കണ്ട, ഇതാണ് ഇതിലോട്ടുള്ള എൻട്രി ഗേറ്റ്. പഴയ ടെക്നോളജി ഇങ്ങനെയാണ്, പുതിയതായിട്ട് ഉള്ള ടെക്നോളജി വേറെ രീതിയിലാണ്. പുതിയ ടെക്നോളജി എന്ന് പറയുമ്പോൾ ആ കാണുന്നതാണ്, ആ ഗേറ്റ് പുതിയ ടെക്നോളജി, ഇത് പഴയ ടെക്നോളജി. പിന്നെ സോവിയറ്റ് യൂണിയൻ കാലത്തുള്ളതെന്ന് ഞാൻ പറയാനുള്ള ഏകദേശം ഇതിനൊരു എത്ര വർഷത്തെ പഴക്കം കാണുന്നുണ്ട് ഈ വീടിന്? 100 വർഷത്തെ പഴക്കം ഉണ്ടാവും, ഏകദേശം ഒരു 100 വർഷത്തെ പഴക്കം. കാരണം ഇത് ഫുള്ള് വുഡാണ്. കാരണം ഇവിടുത്തെ വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ നശിക്കില്ല. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് നശിക്കാത്ത വുഡിൻ്റെ ഒരു വീടാണ്. നമുക്ക് അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ക്ലോസ്ഡ് ആണ്. കയറി കഴിഞ്ഞാൽ വേറെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആൾതാമസവും കാര്യങ്ങളും നിലവിലുണ്ടോ ഇല്ലയോ എന്ന് യാതൊരു പിടുത്തമില്ല കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ നടന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പുതിയ വീടാണ്, ഇതൊക്കെയാണ് പുതിയ വീട്. അതിൻ്റെ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഫുള്ള് സെക്വേർഡാണ്. പിന്നെ ഇതൊരു സത്യം പറഞ്ഞാൽ ഒരു ഗ്രാമമാണ്. ജസ്റ്റ് വന്ന വഴി ഒന്ന് കയറിയതാണ്. കണ്ടോ, ഓരോ വീടിനും ഇവിടെ നമ്പർ ഉണ്ട്. കണ്ടോ 41 അതൊക്കെയാണ് നമ്പർ. പക്ഷേ ഇതും ഒരു പഴയ വീടാട്ടോ, പഴയ വീടാണ്. ഗേറ്റ് പുതിയതാണെന്ന് മാത്രമേ ഉള്ളൂ. വീടിൻ്റെ പുറമേയുള്ള ഇതെല്ലാം പഴകിയതാണ്. ഫുള്ള് വുഡ് കൊണ്ട് തീർത്ത കാര്യങ്ങളാണ്. 2 വീട് നടന്നു പോകുന്നുണ്ട്. അവർ ടൂറിസ്റ്റ് വിസയിൽ വന്നതാണ് ജസ്റ്റ് ഇവിടേക്കൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് എന്തായാലും സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 2 പേരും ഹാപ്പിയാണ്, നടന്നിട്ട് വരും എന്തായാലും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളൊരു ഫോറസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് ഫുള്ള് കാടാണ് കേട്ടോ. നമുക്ക് എൻട്രി ഇല്ല, അങ്ങോട്ട് എൻട്രി ഇല്ല, നമ്മൾ അങ്ങോട്ട് പോകണമില്ല. പിന്നെ ഒരാളിത് ഇവിടെ വേസ്റ്റ് കളയുന്നുണ്ട്. അതായത് ഇതിൻ്റെ സെറ്റപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടുകൾ കണ്ട, ഇവിടെയുള്ള വീടുകളും ഈ സൈഡിലുള്ള വീടുകളും ഇവിടുത്തെ വേസ്റ്റ് ഫുള്ള് ഡംപ് ചെയ്യണ സ്ഥലമാണിത്. അത് നമ്മുടെ നാട്ടിലെ പോലെ ഇതാണ് കനാല്, അങ്ങോട്ട് വലിച്ചെറിയാനോ പുറത്തോട്ട് വലിച്ചെറിയാനോ ഒന്നും പറ്റത്തില്ല. വേസ്റ്റ് സ്റ്റോർ ചെയ്തതിന് ശേഷം ഉണ്ട് ഈ ഒരു വണ്ടി ഉണ്ട് ഇതുപോലെ ഈ ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യും. അതിനുശേഷം വീക്ക്ലി കോർപ്പറേഷനിൽ നിന്ന് വണ്ടി വന്ന് ഇത് ഫുള്ള് റിമൂവ് ചെയ്യും. അതാണ് ഇവിടുത്തെ സെറ്റപ്പ്. അത് നമ്മൾ ഇപ്പോൾ ഔട്ടർ മോസ്കോയിൽ താമസിക്കുന്നവർക്കാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ഞങ്ങളും വീട്ടിലാണ് താമസിക്കുന്നത്, ഞങ്ങൾ ഇങ്ങനെയാണ് വേസ്റ്റ് ഡംപ് ചെയ്യുന്നത്. എല്ലാ വീക്ക്ലി കോർപ്പറേഷനിൽ നിന്ന് വണ്ടി വന്നിട്ട് ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുപോകും. ഇപ്പോൾ നമുക്ക് ഫുഡ് വേസ്റ്റ് മാത്രമല്ല, നമ്മുടെ ഈ പഴയ ഇവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഫോണ്, TV അതെല്ലാം ഇവിടെ ഡംപ് ചെയ്യുന്ന ആൾക്കാരാണ്. ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നാൽ പോലും അത് റിപ്പയർ ചെയ്യില്ല. ഇവിടെ തന്നെ ജസ്റ്റ് ഉണ്ട് ആളുടെ വീട്ടിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഡംപ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറയുന്നത്. കണ്ടോ, ഇപ്പോൾ ഈ ഒരു ഭാഗം നോക്കുമ്പോൾ ഭയങ്കര ക്ലീനാണ്, അങ്ങനെ വേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല, നല്ല കിടിലൻ സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് ഇവിടെ നിന്ന് നേരെ പോവുകയാണ്, മോസ്കോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വിശേഷങ്ങൾ കാണാം. ഓക്കെ അങ്ങളെ, അപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഞങ്ങളത് വേറൊരു സോവിയറ്റ് യൂണിയൻ കാലത്തുള്ള ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാലും ഈ വീടിൻ്റെ നമ്പർ കണ്ടോ, 64 അതുപോലെ 67 വീടിൻ്റെ നമ്പറുകൾ എത്ര വർഷം കഴിഞ്ഞാലും വീടിന് നമ്പർ ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ നമ്പറുള്ളതുകൊണ്ട് തന്നെ ഓരോ വീടുകളും ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ തന്നെയാണ് ഇപ്പോഴും നിലവിൽ. ഇവിടെ ഒന്നും താമസം പോലും ഇല്ല. ഇത്ര വർഷം പഴക്കമുണ്ടെങ്കിലും കുറേ വീടുകൾ അവിടെ പൊളിഞ്ഞു കിടപ്പുണ്ട്, ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.
മേളിൽ കയറിയിട്ട് ഇതൊക്കെ ശരിയാക്കണം. ആളുടെ വീട് നോക്കിയ പഴയ വീടാട്ടാ, നല്ല പഴക്കമുണ്ട് വീട്ടിൽ. ചെറിയൊരു പേർഷ്യൻ ക്യാറ്റല്ല, എൻ്റെ ബ്രീഡാണെന്ന് എനിക്കറിയില്ല. ഒരു ക്യാറ്റ് ഇരിപ്പുണ്ട് അവിടെ. ഏകദേശം ഇത് ഈ വീടിന് നല്ല പഴക്കമുണ്ടാവില്ല ഞങ്ങൾ, പക്ഷേ നല്ല രീതിയിൽ അത് നോക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ മെയിൻ്റെനൻസ്. അതെ, ഇത് പുള്ളിയുടെ കോമ്പൗണ്ടാണ് കേട്ടോ. ഈ ഒരു ഫുള്ള് ഈ പ്ലേസ് മൊത്തം ആളുടെ കോമ്പൗണ്ടാണ്. ദ്രാസ്തുവച്ചേ привет. Как зовут имя? Как зовут имя? Меня? Да. Вадим. Я Адил. Саджив. Вы... Здравствуйте. Мы из Индии. Я так и понял. Чего строить? Тадж-Махал. Как вас? Все? А? Как вас? Чё как? Я глухой. Да? Ага. Все, высохло. Здесь нормально. Вы в Москве живете или здесь? А? Вы здесь живете или в Москве? Здесь живете? ഏകദേശം വുഡ് ചെയ്തേക്കണം നമുക്ക്. വുഡ് ലോക്സ് ആണല്ലേ? ആ അതെ, ഇതുപോലെ വുഡ് ലോക്സ് ആട്ടോ അത് ചെയ്തേക്കുന്നുണ്ടോ. വുഡ് ലോക്സും കാര്യങ്ങളും കറക്റ്റായിട്ട് ഒരു ലെവലിൽ തന്നെ. എത്ര ഇതുണ്ടായാലും കുലുങ്ങത്തില്ല. നമുക്ക് ഉള്ളിലോട്ട് കയറാനുള്ള പെർമിഷൻ ഒന്നും കിട്ടിയില്ല. ആള് ജസ്റ്റ് നല്ല ഏജ്ഡാണെന്ന് തോന്നുന്നു. ചെവിക്ക് എന്തോ കേൾവിക്കുഴവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചോദിക്കുന്നുണ്ട്, ആള് പെർമിഷൻ തന്നാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്ന്. ഓക്കെ, ഉള്ളു കാണിക്കാൻ പറ്റില്ല, ഉള്ളു വൃത്തിയല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ല. പുറത്തുനിന്നുള്ളത് ഈ ഒരു വ്യൂ ആണ് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും. ഓക്കെ, ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ പയ്യെ ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ. അതാണ് ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ, പഴയ സെറ്റപ്പ് ഉണ്ടോ ഗേറ്റും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ലോക്ക് ഇങ്ങനെ വെള്ളിട്ട് വന്നാണ്. അടുത്ത ആൾ വന്നിട്ടുണ്ട്. Вот люди приехали из Индии. Я и говорю, Тадж-Махал, говорю. Вот наш хозяин, господин Вадим. ഇയാള് മറ്റേ വിന്ററിൽ ഇവിടെ ജീവിക്കുന്നത് ആന്ന് പറഞ്ഞു. А вы зимой тоже здесь, да? А где же вы? അല്ല ഇയാൾക്ക് എന്താ പരിപാടി? ഇതെന്താ ഇവിടെ ഇതിനകത്തൊക്കെ ഗോഡൗൺ പോലെ ഉണ്ടല്ലോ, എന്താ ചോദിക്കും. പാർട്സും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. വീടിൻ്റെ ഗേറ്റും കാര്യങ്ങളൊക്കെ ഓരോ വീട്ടിനും ഗേറ്റ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഡിഫറെൻറ്റ് ഗേറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോവുകയാണ്, യാത്രകൾ തുടരുകയാണ്. എന്തേ ഡോഗ്സിനെ നടത്താൻ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ റഷ്യയിലോട്ട് വരാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ റഷ്യയുടെ എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻ അറിയാൻ താല്പര്യമുള്ളവരോ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ അടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണത്. അപ്പോൾ റഷ്യയിലുള്ളവരൊക്കെ അതൊക്കെ പ്ലേസൊക്കെ പോയി കാണുക. നമ്മൾ ഇനിയും നല്ല നല്ല സ്ഥലത്തായിട്ട് പോകുന്നുണ്ട്. എന്തായാലും പുതിയ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.